എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പല്ലുറട്ടിയും എൻ്റെ കൊച്ചുമോൻ്റെ കുച്ചരി പല്ലുമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് ഒരു പാത്രം എടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ഞാൻ 2 കപ്പ് മാവിന് ഉള്ള വെള്ളമാണ് വയ്ക്കുന്ന. വെള്ളം വെച്ച് നമുക്ക് ഒന്ന് ഉപ്പ് ഇട്ട് തിളപ്പിക്കാം. നല്ല രീതിയിലൊന്ന് തിളയ്ക്കണം. അതിന് വേണ്ടി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് അത് മിക്സ് ചെയ്യുന്നവരുമുണ്ട് മാവ് കിണ്ടിയതിന് ശേഷം. പക്ഷേ തേങ്ങ ഇട്ട് അതിൻ്റെ വെള്ളത്തിൽ തേങ്ങ ഇട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ ഇറങ്ങിയതിന് ശേഷം മാവ് കിണ്ടിയെടുക്കുന്നതാണ് ഉറട്ടി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ്. ഞാൻ ഉറട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ മോൻ്റെ പല്ല് വന്നപ്പം ഞാൻ വിചാരിച്ചൊരു പല്ലുറട്ടി ഉണ്ടാക്കി നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. എത്ര പേരങ്ങനെ പല്ലുറട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചുമക്കൾക്ക് പല്ല് വരുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചതാണ്. ഇനി വെള്ളം അവിടെ തിളച്ച് തേങ്ങ നല്ല രീതിയിൽ തിളച്ച് അതിൽ നിന്ന് പാലിറങ്ങണം. പാലിറങ്ങുമ്പോൾ നമുക്ക് മാവിട്ട് കിണ്ടി കൊടുക്കുന്നതാണ് ഉറട്ടിക്ക് ടേസ്റ്റ്. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് മാവിട്ട് കൊടുക്കാം. അതിനുള്ള വെള്ളമാണ്. വെള്ളം കറക്റ്റായിരിക്കണം, കൂടിപ്പോവരുത് കുറഞ്ഞും പോവാതെ വെള്ളം. 2 കപ്പ് മാവിന് ഒരു 2 കപ്പ് വെള്ളം, 2-2.5 കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചത്. നല്ല മൂത്ത മാവ്, നല്ല വറുത്ത മാവാണെങ്കിൽ ഒരു 3-4 കപ്പ് വെള്ളം വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് മാവ് നല്ല രീതിയിൽ കിട്ടി. അടുത്ത് ചൂടുവെള്ളം വെച്ചേക്കണം. നമുക്ക് അഥവാ തികഞ്ഞില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ മാവിൻ്റെ പരുവമെന്ന് പറയുന്നത് പെട്ടെന്ന് വെള്ളം പിടിക്കും. നല്ല രീതിയിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കണം. ആ ചൂടോടെ ഒന്ന് മൂടി വയ്ക്കണം. അതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ ഒരു മുറത്തിലിട്ട് നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കണം. നല്ല കൈ ഭയങ്കര വെന്ത് പോകും. നമുക്ക് അടുത്ത് പച്ചവെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ തൊട്ട് മാവ് നല്ല രീതിയിൽ ഇതേ രീതിയിൽ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഓരോ ഉരുളകൾ ഉരുട്ടിയെടുക്കാം. ഓരോ ഉരുളകൾ ഉരുട്ടി ആവശ്യത്തിന് ഓരോ ഉരട്ടിയുടെ വിധം. പണ്ടൊക്കെ ഉരട്ടി പലകയിലാണ് ഉണ്ടാക്കുന്നത്, ഉരട്ടി ചട്ടിയിലുമാണ് ചുടുന്നത്. ഇപ്പോൾ ആരും പലക എടുക്കില്ല. ഞാനിവിടെ പലക നോക്കി എവിടെയോ ആയിപ്പോയി. സ്റ്റോറിൽ എവിടെയോ ഞാൻ വാരി വെച്ചതിൽ പലക ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി പ്രസ്സിലാണ് ഇപ്പോൾ ഉരട്ടി ഉണ്ടാക്കുന്നത്. മറ്റേ പലകയിൽ ഞാൻ ഒരു ദിവസം തട്ടുന്ന കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഇവിടെ പലക നോക്കിയിട്ട് കണ്ടില്ല. പലക എവിടെയോ ഒതുക്കി വെച്ചതിലായിപ്പോയി. ഇങ്ങനെ ഓരോ ഉരട്ടിക്കുള്ള മാവ് ഉരുളകളാക്കി ഇടണം. അതിന് ശേഷം ഒരു പ്രസ്സിൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. പ്ലാസ്റ്റിക് കവർ വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല അമർത്തി പ്രസ് ചെയ്യല്. അപ്പോഴത്തേക്ക് ഉരട്ടി നൈസായിപ്പോവും. നൈസായിപ്പോയാൽ പല്ല് പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഈ രീതിയിൽ ഒന്ന് അമർത്തി കൊടുക്കുകയേ ചെയ്യാവൂ. ഈ രീതിയിൽ ഒന്ന് അമർത്തി കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഉരട്ടികളുണ്ടാക്കി വയ്ക്കാം. അതിൽ നിന്ന് ഒരു ഉരട്ടിയെടുത്ത് നമുക്ക് പല്ലുണ്ടാക്കി വയ്ക്കാം. കൊച്ചുമക്കൾക്ക് കഴിക്കാതിരിക്കുക. ഇപ്പം ഒരു 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സൊക്കെ ആയ മക്കൾക്ക് 10 വയസ്സിനകത്തുള്ള മക്കൾ കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ ഭംഗി കണ്ട് കഴിക്കും. കൊച്ചുമോനെ അറിഞ്ഞുകൂടാ. അവന് 9 മാസം ആയതേ ഉള്ളൂ. പിന്നെ അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പല്ലുറട്ടി ഉണ്ടാക്കണം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ അൽപ്പച്ച മാവെടുത്ത് ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കണം. ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ പല്ലുപോലെ ആക്കി കൊടുക്കണം. പണ്ടുള്ള അമ്മൂമ്മമാർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉള്ളവരൊന്നും അവർക്കൊന്നും ചെയ്യാൻ നേരമില്ല ആർക്കും. പണ്ടുള്ളവർ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കാസ്റ്റേൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കണം. അല്ലെങ്കിൽ നല്ലെണ്ണ തടവാം. ഞാൻ വെളിച്ചെണ്ണയാണ് തടവിയത്. എന്നിട്ട് നമുക്ക് ചൂടാകുമ്പോൾ ഉരട്ടിയിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ല രീതിയിൽ വെന്തതിന് ശേഷം ഇത് മൊരിയണം. എങ്കിലാണ് ഉരട്ടിക്ക് ടേസ്റ്റ്. ഉരട്ടി അതാണ് ടേസ്റ്റ്. നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരട്ടെ. എത്ര പേര് ഉരട്ടി ഉണ്ടാക്കും?
ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആഹാരമാണ് ഉറട്ടി. ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരിതാണ് ഉറട്ടി ഇറച്ചിയൊക്കെ. ഒരു വിശേഷമൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ഉറട്ടി ഇറച്ചിയാണ് പ്രധാനം. ഇപ്പം എല്ലാവരും പെറോട്ടയൊക്കെ ഉണ്ടാക്കും, പക്ഷേ എനിക്ക് ഉറട്ടിയാണ് ഇഷ്ടം. ഞങ്ങൾക്ക് ഉറട്ടിയും എനിക്ക് ചമ്മന്തി ഇഷ്ടമാണ് ഉറട്ടിക്ക്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇത്തിരി വറ്റൽ മുളകിൻ്റെ പൊടി, അതായത് കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. തോരത്തിനെടുക്കുന്ന പരുവത്തിൽ കറക്കിയെടുത്തിട്ട് ഒരു പച്ചമുളക് കൂടി ഒന്ന് ചെറുതായിട്ട് അതിൽ ഉടച്ച് ചേർക്കണം. അതാണ് ചമ്മന്തി ഉറട്ടിക്ക്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഈ ചട്ടി, പണ്ടൊക്കെ ഉറട്ടിച്ചട്ടിയിലാണ്, ഇപ്പം ഈ ചട്ടിയിലാണ് ഉറട്ടി ഉണ്ടാക്കുന്നത്. ഇത് നല്ല ചൂടാണ്, അതുകൊണ്ട് തീ കൂടിപ്പോകരുത്. തീ കൂടിയാൽ കരിഞ്ഞു പോകും. നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇത്തിരി കൂടെ അല്പം കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഒരു സൈഡും കൂടെ ഒരിക്കൽ കൂടി മറിച്ചിടാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് പല്ലറൊട്ടി ഉണ്ടാക്കുന്നത്. ആർക്കൊക്കെ അറിയാം, ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ കൊച്ചുമോന് കൊടുക്കാനാണ്. എൻ്റെ കൊച്ചുമോനെ മുടി വെട്ടാൻ കൊണ്ടുപോയി ഒരു ഹിന്ദിക്കാരൻ വെട്ടി മുട്ട അടിച്ച് കളഞ്ഞ്. എൻ്റെ മോന്, അവന് ഫെബ്രുവരിയിൽ 1 വയസ്സാണ്. കണ്ട, എൻ്റെ മോൻ്റെ പല്ലൂടെ കാണിച്ചു തരാം. കണ്ട,